പുതിയ സാഹചര്യം ഉപയോഗപ്പെടുത്തിയിട്ട് ഇങ്ങനെയൊരു കടന്നാക്രമണം നടത്താൻ കഴിയും എന്ന് വിചാരിച്ചത്. അത് ഇവരെല്ലാം അടിച്ചു. അങ്ങോട്ടോ അങ്ങോട്ടോ ഇവരെ അടിച്ച് തലക്ക് എവിടെയാ അടിച്ചു. ഇപ്പൊ വേദനയുണ്ട് അല്ലേ? വീർത്തിരിക്കുകയാണ്. അതായത് മൊത്തങ്ങേന്റെ വേറൊരു പതിപ്പാണ് യഥാർത്ഥത്തിൽ ഇവിടെ ചെയ്തത്. ബുൾഡോസറിന്റെ വേറൊരു സാഹചര്യം കർണാടകത്തിലൊക്കെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന, ആന്ധ്രയിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന. ആന്ധ്രയിലെ 3000 ആളുകളെയാണ് കുടിയിറക്കിയത്. അതുപോലെ തന്നെ 150-ലധികം വരുന്ന ആളുകൾ കുടുംബങ്ങളെയാണ് യഥാർത്ഥത്തിൽ കർണാടകത്തിൽ കുടിയിറക്കിയത്. ബംഗളൂരിനടുത്ത് എല്ലാം കോൺഗ്രസിന്റെ ഗവൺമെന്റുകളാണ്. കോൺഗ്രസിന്റെ ഗവൺമെന്റ് എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത് കുടിയിറക്കുക എന്നുള്ളതാണ്. ഞങ്ങൾ ഇടതുപക്ഷമാണെന്ന് പറയാണല്ലോ ചില ആളുകൾ, മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്താ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ? ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട മനുഷ്യരെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അവരെ കടന്നാക്രമിക്കുകയല്ല ചെയ്യേണ്ടത്. കടന്നാക്രമിക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു തരത്തിലും അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇവിടെ എല്ലാ സംഘടനകളും ഇവിടെ വന്ന് ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീക്കെതിരായിട്ട് തലക്കടിയേറ്റ് ഇപ്പോഴും ആ തലവേദന മാറിയിട്ടില്ല. അതിന്റെ തൊട്ട് അപ്പുറത്തെ വീട് പോയി നോക്കിയപ്പോൾ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രോഗി തന്നെയാണ്. അദ്ദേഹം ആശുപത്രിയിലായിരുന്നു, മെഡിക്കൽ കോളേജിലായിരുന്നു. 3-4 ദിവസം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകേണ്ടി വന്നു. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ ഇപ്പം ഞാനതാ പറഞ്ഞത്, 1957 തുടങ്ങിയതാണ് കുടി ഒഴിപ്പിക്കാൻ പാടില്ല എന്നുള്ള ഓർഡിനൻസും നിയമവും അതിനടിസ്ഥാനപ്പെടുത്തിയുള്ള ഗവൺമെന്റ് സമീപനവും. അത് ഇനിയിപ്പോൾ ഇത്രയും കഴിഞ്ഞ് ഭൂമിയാകെ ജനങ്ങൾക്ക് നൽകുന്ന സാഹചര്യം 1970 മുതൽ ശക്തിയായ പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞു. 1969 ഗവൺമെന്റിന് അങ്ങനെ എല്ലാമുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തതിന് ശേഷം ഇപ്പോഴും വീണ്ടും ഇതുപോലുള്ളൊരു സ്ഥലത്ത് 2.5 ഏക്കറിൽ താമസിക്കുന്ന ആളുകളാണ്. ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ബുൾഡോസർ ഉൾപ്പെടെയുള്ള സാധനങ്ങളുമായിട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിലൊന്നും ഇവിടെ കേരളത്തിന് അനുവദിക്കുന്ന പ്രശ്നമില്ല. കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ പാവപ്പെട്ട മനുഷ്യന് സംരക്ഷണം നൽകിയ, അവരെ മനുഷ്യരാക്കി രൂപപ്പെടുത്തിയ ഒരു സംസ്ഥാനമാണ്. അവിടെ ഈ കടന്നാക്രമണം നടത്താനൊന്നും ഈ മുത്തങ്ങയ്ക്ക് പോലീസ് ശ്രമിച്ചു എന്ന് പറയുമ്പോൾ ആസൂത്രിതമായി അങ്ങനെ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ഉണ്ടായ വലിയ ഇപ്പൊ ഞാൻ പുതിയത് പ്രസംഗിക്കല്ല ചെയ്യുന്നു. ഇപ്പോഴാ എന്റെ മുമ്പിൽ നിൽക്കുന്ന ഈ സ്ത്രീ അവർ പറഞ്ഞല്ലോ എന്റെ അടിച്ച് തല ഇപ്പോഴും മാറിയിട്ടില്ല വേദന എന്ന്. അടുത്ത അപ്പുറത്തുള്ള വീട്ടിൽ പോയപ്പോൾ അവർ പറഞ്ഞല്ലോ എനിക്ക് മെഡിക്കൽ കോളേജിൽ കിടക്കേണ്ടി വന്നു, ചികിത്സിക്കേണ്ടി വന്നു എന്നാണ്. അദ്ദേഹം തന്നെ രോഗിയാണ്. ആ രോഗിയാണ് കടന്നാക്രമിച്ചത്. ആ വീടാണ് പൊളിക്കാൻ ശ്രമിച്ചത്. അപ്പോൾ ഒരു തരത്തിലും അനുവദിക്കുന്ന പ്രശ്നമില്ല ഒരു ഏത് സാഹചര്യത്തിലും. ജില്ലയുടെ ചാർജുള്ള മന്ത്രി റോജ് കഴിഞ്ഞ ദിവസം ചർച്ചയ്ക്ക് വന്നിട്ട് ഈ സമരത്തിന് മുൻപന്തിയിൽ നിന്ന് നയിച്ചുകൊണ്ടിരുന്ന CPM-ന്റെ ഇടതുപക്ഷ പ്രതിനിധികളെ ആരും ചർച്ചയ്ക്ക് വിളിക്കാതെ ഏകപക്ഷീയമായ ഒരു ചർച്ച നടത്തിയിട്ട് പോകുന്ന നിലയാണ് ഉണ്ടായത്. ഞങ്ങൾക്കിപ്പോൾ ആരും ഏടെ ചർച്ച ചെയ്യുന്നുള്ളതല്ല, ഇവരെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ പറ്റില്ല. ഏത് ചർച്ച നടത്തിയാലും ഇവർക്ക് പട്ടയം കൊടുത്ത് ഇവരെ നിലനിർത്തണം. ഇവിടെ ഒരു സംശയവും വേണ്ട. സമ്പന്നന്മാർക്ക് എന്തും ചെയ്യാമെന്ന് വിചാരിച്ചാൽ നടത്താൻ അനുവദിക്കാൻ പറ്റില്ല. ഇവിടെ ഈ 2.5 ഏക്കർ സ്ഥലമുണ്ട് ഇവർക്ക്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1921 ഇവരുടെ അച്ഛന്റെ അച്ഛൻ, അതായത് 4 തലമുറയായി. അതിന് 4 ഇപ്പോൾ 2 മക്കളെ ജീവിച്ചിരിക്കുള്ളൂ. ബാക്കി മരിച്ചുപോയി. ഞാൻ നേരത്തെ അവിടെ നിന്ന് അദ്ദേഹത്തെ കണ്ടപ്പോൾ അയാളും അയാളുടെ ജ്യേഷ്ഠനും മാത്രമേ ഉള്ളൂ, 2 ആളേ ഉള്ളൂ. ആ 2 ആളും അതുപോലെ തന്നെ ബാക്കിയുള്ള 6 പുരുഷന്മാരും 2 സ്ത്രീകളായിരുന്നു. അവരെ വൈകി മരിച്ചുപോയി. ഒരാളും കണ്ട് അല്ലെങ്കിൽ ഒരാളുണ്ട്. ഇതാ ഇങ്ങോട്ട് വാ. ചേച്ചി മരിച്ചുപോയി അല്ലേ? ഒരു വർഷമായിട്ട് മരിച്ചു. അങ്ങനെ മരിച്ചിട്ട് 1 വർഷമായി. ഇനിയിപ്പോൾ നിങ്ങൾ 3 ആളുള്ളത്, 2 ആൾ 3 ആളുണ്ട്. ഒന്ന് അവരുടെ ഏട്ടൻ, പിന്നെ നിങ്ങൾ നാളെ ബാക്കി ആളുകൾ മരിച്ചുപോയി. ഈ നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും കൂടി ചേർന്നതാണ് ഈ 2.5 ഏക്കറുള്ളത്. അപ്പോൾ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ സൗകര്യം ഉണ്ടായി കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമല്ലേ? ആ ഉത്തരവാദിത്തം നിർവഹിക്കാതെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇവർക്കെല്ലാം ഇനി സുപ്രീം കോടതിയൊന്നും പോകാൻ പറ്റില്ല. ഇവരിൽ എങ്ങനെയാണ് സുപ്രീം കോടതിയിലേക്ക് പോവുക? അപ്പോൾ കോടതി നിയമം അതൊരു പ്രധാനപ്പെട്ട സാങ്കേതിക പ്രശ്നം മാത്രമാണ്. ഇതിന് എല്ലാറ്റിനും മുമ്പ് കോടതികളുണ്ടായിരുന്നു, കോടതി ഇടപെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ 36 ലക്ഷം കുടുംബങ്ങൾക്ക് ഈ കേരളത്തിൽ ഭൂമി കിട്ടിയിട്ടുണ്ട്. 5 സെന്റ് മുതൽ 15 ഏക്കർ വരെ ഭൂമി. ആ ഭൂമി കിട്ടിയത് ഈ ഇപ്പം ഞാൻ പറഞ്ഞ രീതിയിലുള്ള സമരങ്ങളിലെയും പോരാട്ടങ്ങളിലൂടെയും വളച്ചു കിട്ടിയിരുന്നെയാണ്. അതുകൊണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിന്ന് ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായ ഒരു കാര്യമാണ്. ഇന്ന് കോടതി വീണ്ടും പരിഗണിക്കുന്നുണ്ട്. അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കോടതിയിൽ പോയതിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ആ കേസ് എന്താവുന്നു എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഏത് വന്നാലും എന്ത് തരത്തിലുള്ള സാങ്കേതിക പ്രശ്നം വന്നാലും ഇവർക്കിവിടെ താമസിക്കാനുള്ള സൗകര്യം ഉണ്ടാവണം. അത്രയേ ഞങ്ങൾക്ക് ആഗ്രഹിക്കുള്ളൂ. അതിൽ വേറെ ഒന്നും നോക്കുന്നില്ല. CPIM-ഓ CPI ഒന്നും നോക്കുന്നില്ല, ഒരു പാർട്ടിയും നോക്കുന്നില്ല, ഒരു രാഷ്ട്രീയം നോക്കുന്നില്ല. ഇവിടെ അതിന്റെ അപ്പുറത്തുള്ള ഒരു 19 ഏക്കറിയാണ് ആകെ ഭൂമിയുള്ളത്. അതെല്ലാം പുറമ്പോക്കാണ്. ആ പുറമ്പോക്ക് താമസിക്കുന്ന മറ്റുള്ളവരും അവിടെയുണ്ട്. അവരെ രാഷ്ട്രീയം നോക്കേണ്ട കാര്യമില്ല. അവരെയും സംരക്ഷിക്കണം. ഒരു സംശയവും വേണ്ട, അവർക്കും രേഖ കൊടുക്കണം. അപ്പോൾ എല്ലാവർക്കും രേഖ കൊടുത്തുകൊണ്ട് ഈ 19 ഏക്കർ ഭൂമി എന്ന് പറയുന്ന റവന്യൂ
പുറമ്പോക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഭൂമിയിൽ താമസിച്ചു വരുന്ന ഇത്രയും കാലമായിട്ട് താമസിച്ചു വരുന്ന ഇവർക്കെല്ലാം ഇവിടെ താമസിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യം അതുപോലെ ജീവിക്കാനുള്ള പശ്ചാത്തലവും ഉണ്ടാവണം എന്ന് തന്നെയാണ് ഞാൻ ആവർത്തിച്ച് പറയുന്നത്. ഇവിടെ ഓരോരുത്തരെയും ഞങ്ങൾ കണ്ടിട്ടുള്ളതാണ്. എല്ലാവരോടും ഞാൻ ഉറപ്പിച്ച് പറയുകയാണ്, ഒരു സംശയവും നിങ്ങൾക്ക് ഉണ്ടാവണ്ട. ഞങ്ങളെല്ലാം ഉറപ്പായിട്ട് നിങ്ങളുടെ കൂടെയുണ്ട്. ഇതാരാ മോള? ചവിട്ടിയോ? പോലീസ് ചവിട്ടിയോ? ചവിട്ടി. സ്ത്രീകൾക്ക് നേരെയാണ് കടന്നാക്രമണം നടത്തിയത്. ഇവിടെ ഇവരോ ഞങ്ങളെല്ലാവരും ഉണ്ട്. ഇവരോ മക്കളെ പോലീസുകാർ മോളാണ് ഈ കാല് ചവിട്ടി നീര് പറ്റിയ ആശുപത്രി വീട്ടിലിരിക്കാൻ വന്നില്ല. അവര് കയ്യും കാലും പിടിച്ച വണ്ടി കയറ്റിക്കൊണ്ടേ. പിന്നെ എന്റെ കാലിനും കൈക്കും പറ്റി. അതും സാറിന്റെ വസ്തുകരി എന്റെ രണ്ടാമത്തെ മോളുടെ ബ്ലൗസും സാരിയും വലിച്ചു കയറി ചവിട്ടി കൂട്ടി. എന്റെ അനിയനെ തള്ളിയിട്ട് അനിയൻ ആശുപത്രിയിലാണ് 2 ദിവസം ചികിത്സയിലായിരുന്നു. ഇന്ന് പിന്നാലെ വന്ന തീരെ അവസ്ഥയായി സാറേ. അപ്പൊ നിങ്ങൾ ഒരു തരത്തിലും ഭയപ്പെടേണ്ടില്ല. ഞങ്ങൾ ഒരു തരത്തിലും ഇവിടുന്ന് ഇറങ്ങാൻ അനുവദിക്കില്ല. ഉറപ്പായിട്ട് ജനങ്ങൾ പണ്ട് 1957 VMSന്റെ ഗവൺമെന്റ് വന്നപ്പോഴാണ് കുടി ഒഴിപ്പിക്കരുത് എന്നുള്ള ഓർഡിനൻസ് അന്ന് ഇറക്കിയത്. അന്ന് മുതൽ ഇങ്ങോട്ട് ഈ കേരളത്തിൽ ഒരാൾക്കും കുടി ഒഴിപ്പിക്കാൻ സാധിക്കുന്നില്ല. പിന്നെ മിച്ചഭൂമി ഉൾപ്പെടെയുള്ള ഭൂമി മനുഷ്യർക്ക് കൊടുക്കുകയും ചെയ്ത് നമ്മുടെ കുടിയെടുപ്പുകാർക്ക് കുടിയെടുപ്പ് അവകാശം കൊടുത്തു. ഇപ്പോൾ ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം 4.5 ലക്ഷം ആളുകൾക്ക് പട്ടയം നൽകി. ഇനി നമുക്ക് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ രേഖകളും കിട്ടത്തക്ക രീതിയിൽ ഇവിടെ സീനിയറൊക്കെ ഇവിടെ ഉണ്ടല്ലോ, നമ്മൾക്ക് ഒപ്പം തന്നെ മുന്നോട്ടില്ലേ.